ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഹെൽത്തി ആയ ഒരു ജ്യൂസിനെ കുറിച്ച് പറയാനാണ്. അതിന് നമ്മൾ മത്തങ്ങയാണ് എടുത്തേക്കുന്നത്. മത്തങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് മത്തങ്ങ നമുക്കിപ്പം കടയിൽ കാണാൻ സാധിക്കും. ഒന്ന് ഈ സ്കിൻ കളർ, ഇതിൻ്റെ ഈ ടൈപ്പ് ഉണ്ട്. ഈ സ്കിന്നിൻ്റെ അതിൻ്റെ തൊലി ഈ ടൈപ്പ് കളറുള്ളത് ഏറ്റവും നല്ല ബെറ്ററാണ്. നല്ല മധുരവും കാണും, നല്ല ടേസ്റ്റുമാണ്. പച്ച കളറും ഉണ്ട്, പക്ഷെ അത് നല്ലതാണ്. എന്നാലും ഞാൻ ഇതാണ് എടുക്കുന്നത്. പച്ച നമുക്ക് ചിലപ്പോൾ ഒരു കറയുടെ ഒരു ടേസ്റ്റ് വരും. ഇത് നല്ല മധുരമാണ്. ഈ മത്തങ്ങ എടുത്തു കഴിഞ്ഞാൽ ആ മത്തങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ആവിയിൽ വേവിച്ചതാണ്. അത് ആവിയിൽ കയറ്റി കഴിഞ്ഞാൽ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് വേവും. ഞാൻ ഒരു ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത്, തിളപ്പിച്ച പാലാണ് എടുത്തേക്കുന്നത്. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചിയാ സീഡ് എടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചേക്കുന്നതാണ്. മധുരത്തിന് ആവശ്യമായ തേനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഹെൽത്തി ഡ്രിങ്ക് അല്ലേ എടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ തേൻ തന്നെ എടുക്കണം, അല്ലാതെ പഞ്ചസാരയൊക്കെ എടുക്കരുത്. അത് നമുക്ക് ദോഷം ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ മധുരം ആവശ്യമുള്ളത് മാത്രം ശകലം തേൻ ചേർത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് അടിച്ചിട്ട് വരാം. മത്തങ്ങയും പാലും ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഞാനിത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇത് നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മത്തങ്ങയുടെ ക്വാണ്ടിറ്റി തോനെ എടുത്താൽ മതി. ഞാനിതുപോലെ ലൂസായിട്ടാണ് എടുത്തേക്കുന്നത്. ഇതിപ്പം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ, മത്തങ്ങയും തേനും കൂടെ ചേർത്ത് അടിച്ചുകൊണ്ട് വന്നേക്കാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിയാ സീഡ് ഇടാം. കുറച്ചേ ഉപയോഗിക്കാവൂ ചിയാ സീഡ്. അമിതമാവരുത്, അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. നമുക്ക് ഒരു ശകലം ആവശ്യത്തിന് മാത്രം എടുക്കുക. അതിൻ്റെ മുകളിൽ ഞാൻ 2 ഉണക്കമുന്തിരി ഇടുകയാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതാണ് നമ്മളെ ഹെൽത്തി ജ്യൂസ്. ഇത് വണ്ണം കുറയാനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ജ്യൂസാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.